ഹലോ, ഓക്കെ. അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ അരീക്കോട് പത്തനാപുരത്താണുള്ളത്. ഇത് മനാഫ് സാറ്. പിന്നെ നിരവധി വർഷം ഹജ്ജ് വളണ്ടിയറും ഹജ്ജിൻ്റെ ട്രെയിനറും അതുപോലെ ഹജ്ജ് അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോഴും ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ വളണ്ടിയറായിട്ട് കുറേ വർക്ക് ചെയ്തോ? 3 പ്രാവശ്യം 3 ഹജ്ജിന് ഹജ്ജ് വളണ്ടിയറായിട്ട് പോയി ഇല്ല. ഹജ്ജ് വളണ്ടിയർ ആകുമ്പം സർക്കാർ തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ അതെ അല്ലേ. പിന്നെ ഹജ്ജ് അസിസ്റ്റൻ്റ് ആയിട്ട് 1 പ്രാവശ്യം പോയിട്ടുണ്ട്. അത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയമാണ് അതിന് സെലക്ട് ചെയ്യുന്നത്. ശരി. പിന്നെ ട്രെയിനർ ആകുമ്പോൾ പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ടുള്ള സാങ്കേതിക സഹായങ്ങൾ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു ട്രെയിനറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അത് ഒരാൾ ഹജ്ജിന് ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നത് മുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ അടുത്ത നടപടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ സംശയങ്ങൾ, പല കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് പണം അടക്കുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ഹാജിക്ക് ആവശ്യമായ എല്ലാ സാങ്കേതിക വിവരങ്ങളും നിങ്ങൾ കൊടുക്കും. അതിന് ആവശ്യമുള്ള വിവരങ്ങൾ അപ്പം നിങ്ങൾക്ക് സർക്കാർ നമ്മളെ സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ട്രെയിനർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വർഷം ട്രെയിനറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വർഷം ട്രെയിനർ ആവും? ഇല്ലല്ല, ഞാൻ അടുത്ത വർഷം എനിക്ക് ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അപേക്ഷിച്ച് അവർ സെലക്ട് ചെയ്യും. അപ്പം മുന്നേ പോയവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. അതെ 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 അതെ. അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകൾ ഒരുപാട് പൈസയും ഒക്കെ ചിലവാക്കി ജീവിതത്തിൽ ഒരിക്കലേ മിക്കവാറും കഴിയുള്ളൂ സർക്കാരിൻ്റെ രീതിയിൽ പോകാൻ. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള കുറേ സാങ്കേതിക സംശയങ്ങളാണ് ഇനി ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ വർഷത്തെ ഹജ്ജിൻ്റെ ഫ്ലൈറ്റുകൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ അവസാനിക്കുന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് 2 ഘട്ടമായിട്ടാണ്. 2 ഘട്ടമായിട്ട് പോകും. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. കേരളത്തിൽ നിന്ന് ഈ പ്രാവശ്യം സെക്കൻഡ് ഫേസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 9-ാം തീയതിയാണ്, മെയ് 9-നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആരംഭിക്കുന്നത്. അത് നമ്മളെ ജൂൺ 9 വരെ ഉണ്ടാകും മൊത്തത്തിൽ. അതിൽ 9-ാം തീയതി ആരംഭിക്കുന്നത് 25-ാം തീയതിയോട് കൂടി അവസാനിക്കും. അത് ആദ്യ ഘട്ടം. 2-ാം ഘട്ടം എന്ന് പറയുന്നത് 26-ന് തുടങ്ങിയിട്ട് 9-ാം തീയതി ജൂൺ 9-ന് അവസാനിക്കും. അതിലാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടുത്തിയിരുന്നത്. അതെ, കേരളത്തിലെ നമ്മൾ ഈ 3 എംബാർക്കേഷൻ പോയിന്റ്, കോഴിക്കോടും കണ്ണൂരും പിന്നെ കൊച്ചിയും. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? ശരിക്കും നമ്മൾ ജിദ്ദയിലേക്കാണ് പോകുന്നത്. 2-ാം ഘട്ടത്തിൽ പോകുന്ന ആളുകൾ മുഴുവനും ജിദ്ദയിലേക്കാണ് പോകുന്നത്. ജിദ്ദയിലേക്ക്. അതുപോലെ മടക്കം മദീനയിൽ നിന്നാണ്. 1-ാം ഘട്ടത്തിൽ പോകുന്നവർ നേരെ മദീനയിലേക്കാണ് പോവുക. മദീന എയർപോർട്ടിൽ ഇറങ്ങി മദീന സന്ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തിട്ട് മക്കയിലേക്ക് പോകും. അതേസമയം 2-ാം ഘട്ടത്തിൽ പോകുന്ന ആളുകൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നത് കൊണ്ട് നേരെ മക്കയിലേക്കാണ് നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇഹ്റാം വേഷമൊക്കെ ധരിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് മീഖാത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചില ആളുകൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കും. അങ്ങനെ നമ്മൾ ജിദ്ദയിൽ ഇറങ്ങി നേരെ മക്കയിൽ പോയിട്ട് ഉംറ നിർവഹിച്ച് പിന്നെ അവിടെ നിൽക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോകുന്നത്. അപ്പോൾ 2-ാം ഘട്ടത്തിൻ്റെ മടക്കം ഷെഡ്യൂൾ അതേപോലെ തന്നെ അവർ മദീനയിൽ നിന്നായിരിക്കും അവർ വരുന്നത്. ഏകദേശം അവർ ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. ഹജ്ജിന് പോയ ഒരാൾക്ക് ജിദ്ദയിലെത്തി മടങ്ങുന്നവരെ ഏകദേശം അവിടെ എത്ര ദിവസം സ്പെൻഡ് ചെയ്യാണ്ടാവുക? ഏകദേശം ഇത് പറയുന്നത് ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റിന്റെ ഡേറ്റ് അനുസരിച്ച് തന്നെ അവർ തിരിച്ചു വരും. ഏകദേശം ഒരു 40, 42, 38 ദിവസങ്ങളാണ് ഉണ്ടാകുക മൊത്തത്തിൽ. ഏത് ഫ്ലൈറ്റിന് പോയവർക്കും ഡ്യൂറേഷൻ ഏകദേശം സെയിം ആയിരിക്കും. 1-2 ദിവസത്തെ മാറ്റേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതിൽ മദീനത്ത് നിൽക്കാനുള്ള സമയം മദീന 8 ഫുൾ ഡേ ആണ് ഇവർ പറയുന്നത്. പിന്നെ അവരേക്ക് പോകുന്നതും വരുന്നതും ആ ഒരു സമയവും. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം. ചില സമയത്ത് 2 ജുമാ കിട്ടും. അതെ.
ഹജ്ജിൻ്റെ ചടങ്ങ് യഥാർത്ഥത്തിൽ പിന്നെ ദുൽഹജ്ജ് 8-ന് ആരംഭിച്ചിട്ട് പൂർണ്ണമായിട്ടും നിൽക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 13 അതുവരെയാണ്. ചില ആളുകൾ 12-ന് അവസാനിപ്പിച്ചും പോരും. അപ്പം 5 ദിവസം എന്തായാലും വേണം, അല്ലെങ്കിൽ 6 ദിവസം. 5-6 ദിവസം കൊണ്ട് ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ കഴിയും. പിന്നെ നമുക്ക് ഉംറ ചെയ്യാം. അതെ അതെ. പിന്നെ ബാക്കി സമയത്ത് ഇപ്പൊ നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ അങ്ങോട്ടോ പോയി വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. വിസിറ്റ് ചെയ്യാനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹജ്ജ് വിസ അനുവദിക്കുന്നത് ജിദ്ദ, മക്ക, മദീന ഈ സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇപ്പോൾ സൗദി പിന്നെ കുറേയധികം ഉദാരവൽക്കരണം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും മറ്റു പ്രദേശങ്ങളിലേക്ക് യാത്ര അനുവദിക്കൂല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഹജ്ജിന് ഒരു കവറിൽ അപേക്ഷിച്ചവർ എല്ലാവർക്കും അവിടുത്തെ റൂം സൗകര്യം ഒരു റൂമിൽ തന്നെ ആയിരിക്കുമോ? ഒരു കവറിലുള്ള ആളുകൾ മിക്കവാറും ഒരേ റൂമിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അത് അനുവദിക്കുന്നത് ഇപ്പോൾ പിന്നെ ഒരു റൂമിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾക്ക് അതിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. 4 സ്ക്വയർ മീറ്ററാണ് ഒരാൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു റൂം പിന്നെ 20 സ്ക്വയർ മീറ്റർ 20 സ്ക്വയർ മീറ്റർ ഉണ്ടെങ്കിൽ അതിൽ 5 പേരുണ്ടാകും. 16 ഉള്ളെങ്കിൽ 4 പേരുണ്ടാവും. മിനിമം എത്ര ആളുണ്ടാവും? മിനിമം എന്തായാലും പിന്നെ 3 പേര്, 2 പേര് വളരെ അപൂർവമാണ്. 3, 4, 5 അങ്ങനെ 6 പേര് ഒക്കെയാണ് ഒരു റൂമിലുണ്ടാവുക. അപ്പോൾ ഫാമിലി 2 പേരാണെങ്കിൽ ഭാര്യയും ഭർത്താവ് മാത്രമാണെങ്കിൽ അവരെ ഒരു റൂമിൽ അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഇല്ല, അത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരാം. അല്ല, അങ്ങനെയല്ല, 4 ആളുകൾ ഉൾക്കൊള്ളുന്ന റൂമിൽ 2 ഫാമിലിക്ക് വേണമെങ്കിൽ കിട്ടും. 2 ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരു കവറിലാണെങ്കിലാണ്. ചിലപ്പം 2 ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും വേറൊരു ഭാര്യയും ഭർത്താവും, അവരെ ചിലപ്പോൾ അതേപോലെ അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ നമ്മളൊരു ബന്ധു നമ്മളെ കവറിലല്ലാതെ കൊടുത്ത ഒരാളെ നമുക്ക് നമ്മളെ റൂമിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ? അത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു അപേക്ഷ കൊടുക്കാം. അതായത് പിന്നെ നിങ്ങളെ യാത്ര ഒരുമിച്ചാക്കണം, പിന്നെ നമ്മളെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ അയൽവാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കവറിലെ പിന്നെ കവർ ഹെഡും സംയുക്തമായിട്ട് ഒരു അപേക്ഷ കൊടുക്കുക. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും കൊടുക്കുക, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി. മെയിൽ ചെയ്യണോ? മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബൈ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് പരിഗണിക്കും. അത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് നേരത്തെ കൊടുക്കണം. നമ്മളിപ്പോൾ 2ാമത്തെ ഗഡു പിന്നെ പണമൊക്കെ അടച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഏത് ഫ്ലൈറ്റിനാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. അത് യാത്ര തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുമ്പൊക്കെ ഷെഡ്യൂൾ വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോകണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതെ, നമ്മൾക്ക് ഏത് ഫ്ലൈറ്റിൽ പോകണം എന്നുണ്ടെങ്കിലും ആദ്യത്തിൽ പോകണം, അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്ത് പോകണം, അതല്ലെങ്കിൽ അവസാനത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അത് സാധാരണ പരിഗണിക്കാറുണ്ട്. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതും ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കും. പിന്നെ ഹജ്ജ് കമ്മിറ്റിക്ക് മെയിൽ ചെയ്യാം. അതെ അതെ. കേന്ദ്രത്തിനോ കേരളത്തിനോ? രണ്ടിനും കൊടുക്കാം. സാധാരണയായിട്ട് പരിഗണിക്കാറുണ്ട്. പക്ഷേ അത് പിന്നെ കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ വിസ അടിച്ചിരിക്കണം, വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ആ വിസ സ്റ്റാമ്പ് ചെയ്യാതെ ഉള്ള ചിലപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. അല്ല, അപ്പം മുഴുവൻ ആളുകൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ അല്ല ഷെഡ്യൂൾ? അല്ല, വിസ സ്റ്റാമ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങും. പിന്നെ അഥവാ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മടങ്ങും. അതെ അതെ. അല്ലാതെ അവർക്ക് അവിടെ കൂടുതൽ നിർക്കാൻ ഇല്ലല്ല, അതില്ല. ആ ഫ്ലൈറ്റ് എന്നാണോ തിരിച്ചു വരുന്നത് അത് നമ്മൾക്ക് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ 26-ാം തീയതി ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റ് ഇന്ന ദിവസം തിരിച്ചു വരും എന്നറിയാം. അപ്പോൾ അതേ ആ ഫ്ലൈറ്റ് തിരിച്ചു വരുമ്പോൾ അവർ തിരിച്ചു വരും. അതാണ്. പിന്നെ ഇപ്രാവശ്യം ആളുകൾക്ക് കൂടുതലായിട്ടുള്ളൊരു സംശയം എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോട് നിന്ന് പിന്നെ ഫ്ലൈറ്റ് ചാർജ് നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഏകദേശം ഒരു കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നതിൻ്റെ ഡബിളായിട്ടാണ് കാണുന്നത്. ഏകദേശം 1.60 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ പിന്നെ എംബാക്കേഷൻ, അതായത് ഇപ്പം കോഴിക്കോട് കൊടുത്ത ഒരാൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തത് കണ്ണൂരോ കൊച്ചി ആണെങ്കിൽ അങ്ങോട്ട് മാറ്റി കിട്ടാൻ അപേക്ഷ കൊടുക്കുന്നുണ്ട് എല്ലാവരും. അവിടെ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ എങ്ങനെയായിരിക്കും? അത് പിന്നെ ഹജ്ജ് കമ്മിറ്റി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് ഗൈഡ് ലൈൻ പ്രകാരം ഒരിക്കൽ നമ്മൾ ഒരു എംബാർക്കേഷൻ പോയിന്റ് ഓപ്റ്റ് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കോഴിക്കോട് ഓപ്റ്റ് ചെയ്തു, അതിൻ്റെ സെക്കൻഡായിട്ട് പിന്നെ കണ്ണൂരോ അല്ലെങ്കിൽ കൊച്ചി ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അഥവാ കോഴിക്കോട് നിന്ന് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ, ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ അത് അടുത്ത പിന്നെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഹജ്ജ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഇവരെ എംബാർക്കേഷൻ പോയിന്റ് ചേഞ്ച് ചെയ്യാം. അല്ലാതെ ഒരു പിൽഗ്രിമിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ ചാർജിന്റെ കാര്യത്തിൽ ഏകദേശം 1.60 കാണുന്നുണ്ട്. അതേ സമയത്ത് കൊച്ചി, കണ്ണൂരൊക്കെ 80-85 കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പൈസ ഈ 80ലേക്ക് വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടാവുമോ എന്നറിയോ? അതായത് ഇത് പിന്നെ ഓരോ എംബാർക്കേഷൻ പോയിന്റിലും ഏത് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ടെൻഡറിലൂടെയാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. അപ്പോൾ അത് ടെൻഡറിൽ പിന്നെ കോഴിക്കോട് ടെൻഡർ ചെയ്തിരിക്കുന്നത് എയർ ഇന്ത്യയാണ്. അതേസമയം കണ്ണൂരും പിന്നെ നമ്മളെ കൊച്ചിയിലും സൗദി എയർലൈൻസാണ്. അപ്പോൾ ഇവിടെ ഇവർ ഇവിടെ വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള പിന്നെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് സൗദി ഇവിടെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ സൗദി ഈ 2 സ്ഥലങ്ങളിലും വളരെ കുറച്ച്, കഴിഞ്ഞ വർഷത്തേനേക്കാൾ കുറച്ച് പിന്നെ കോട്ട് ചെയ്തു, ടെൻഡറിൽ കോട്ട് ചെയ്തു. അതേസമയം എയർ ഇന്ത്യ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികവും കോട്ട് ചെയ്തു. ഒരു സ്ഥലത്ത് കൂടുകയും മറ്റേ സ്ഥലത്ത് കുറയുകയും ചെയ്തപ്പോഴാണ് ഇത്രയധികം വ്യത്യാസം അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ സംഘടനകളും മറ്റുമൊക്കെ സർക്കാരും ഒക്കെ ഇടപെട്ട് പിന്നെ ഏകദേശം ഇത് ഇവിടെ നിന്ന് കുറച്ച് കുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഔദ്യോഗിക വിവരങ്ങൾ വന്നിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഒന്നാമത്തെ ഗഡു നമ്മൾ പൈസ അടച്ചു ഏകദേശം 81,600. അതെ. ഇനി അടുത്ത ഒരു തവണ എപ്പോഴായിരിക്കും ഏകദേശം അറിയോ? അത് ഏകദേശം ഇപ്പോൾ നമ്മളൊരു മാർച്ച് 2ാം വാരത്തിലൊക്കെ അടക്കേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മാർച്ച് ആദ്യ വാരമാണ്, ആദ്യത്തിലായിരുന്നു. പക്ഷേ ആദ്യ ഗഡു തന്നെ കുറച്ച് വൈകിയത് കൊണ്ട് 2ാം വാരത്തിലേക്കൊക്കെ വരാൻ സാധ്യത. അതിന്റെ എമൗണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗൈഡ് ലൈൻ പ്രകാരം 1,70,70,000 ഒരാൾക്ക്. പിന്നെ ഒരു ഫൈനൽ സെറ്റിൽമെന്റ്, പിന്നെ ഒരു ഫൈനലാണ്. അത് നമ്മളെ ഈ ഫ്ലൈറ്റ് ചാർജും അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനനുസരിച്ചാണ് ഫൈനൽ എമൗണ്ട് തീരുമാനിക്കുക. പിന്നെ ഇപ്പോൾ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റുകാരെ എപ്പോഴാണ് ഒരു സെലക്ട് ചെയ്യുക? ഈ വെയിറ്റിംഗ് ലിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അവർ ആൾറെഡി പിന്നെ ഈ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അവരെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു. ഏകദേശം 8,000 ചില്ലാനം ആളുകളാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. അവരെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി 1ാം നമ്പറുകാരൻ തന്നെയാണ്. അത് പിന്നെ ഇനി വരുന്നത് ഇപ്പോൾ നമ്മൾ ആൾറെഡി സെലക്ട് ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. ആ ക്യാൻസലേഷൻ മൊത്തം എത്രയുണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യ ഗഡു അടക്കാനുള്ള സമയം 15-ാം തീയതി ആയിരുന്നു. അത് സമയം കഴിഞ്ഞു. പക്ഷേ രേഖകൾ സമർപ്പിക്കാൻ 19-ാം തീയതി വരെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തം എത്ര ക്യാൻസലേഷൻ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ഓരോ സ്റ്റേറ്റിനും വീതം വെച്ച് കൊടുക്കും. ആ വീതം നമ്മൾക്ക് കേരളത്തിന് എത്ര കിട്ടുന്നു അതിനനുസരിച്ചാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു 500 സീറ്റ് കിട്ടി ആദ്യഘട്ടത്തിൽ. അപ്പോൾ 1 മുതൽ 500 വരെയുള്ള ആളുകൾക്ക് കിട്ടും. ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ കിട്ടും അറിയുന്നതാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾക്ക് ഈ പ്രാവശ്യം ഒന്നുകൂടി ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ 2ാം ഘട്ടത്തിലായതുകൊണ്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒഴിവുകൾ 2ാം ഘട്ടത്തിലുള്ള ആളുകൾക്കല്ലേ പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി ചാൻസ് കൂടുതലാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന്. കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പോൾ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ടോട്ടൽ എന്ത് ചിലവാകും എന്നുള്ള ധാരണ ഉണ്ടോ? ഇല്ല, അത് കൃത്യമായ സംഖ്യ നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലൈറ്റ് ചാർജ് എത്രയാണ്, അതുപോലെ തന്നെ വിദേശത്ത് അവിടെയുള്ള റൂമിൻ്റെ റെൻ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഫൈനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ റിയാലിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് അറിയണം. അതൊക്കെ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് പിന്നെ വേണം ഇത് ഫൈനലൈസ് ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തത് 3,53,000 രൂപയാണ് കോഴിക്കോട് നിന്ന് വന്നത്. അന്ന് കോഴിക്കോട് നിന്ന് ഏകദേശം 1,20,000 ശിഷ്ടം പിന്നെ രൂപ ഫ്ലൈറ്റ് ചാർജ് ഇനത്തിൽ വന്നിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും 3,53,000 ചില്ലാൻ അല്ലെങ്കിൽ ഒരു 3,54,000 രൂപ നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിൽ അടക്കേണ്ടി വരും. അതിൽ പിന്നെ ഈ അറവിൻ്റെ ഒരു എമൗണ്ട് അതിലുണ്ട്. അതെ, അത് പിന്നെ ഇതിൻ്റെ പുറമെയാണ്. അതിപ്പോൾ കഴിഞ്ഞ വർഷം അത് 720 റിയാലായിരുന്നു. റിയാലിന് തുല്യമായിട്ട്. അപ്പോൾ അത് ഇവിടുന്ന് ഓപ്റ്റ് ചെയ്ത ആളുകൾ 720 റിയാലിന് തുല്യമായിട്ടുള്ള ഏകദേശം ഒരു 16,000-16,500 രൂപയും കൂടിയും ഇതിൻ്റെ കൂടെ അടക്കേണ്ടി വരും. അത് കമ്പൽസറി അല്ലേ? അത് കമ്പൽസറിയാണ്. കമ്പൽസറി എന്ന് പറഞ്ഞാൽ
പിന്നെ അറവ് നടത്തൽ കമ്പൽസറിയാണ് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം അത് പിന്നെ അതിന്റെ മസാലകൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും. ഹജ്ജ് കമ്മിറ്റി ചെയ്യുന്ന സംവിധാനം, അതായത് സൗദിയിലുള്ള പിന്നെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് ഇങ്ങനെ ഈ ബലികർമ്മം ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ സംവിധാനം പിന്നെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഉപയോഗപ്പെടുത്താനാണ് ഇവിടെ നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് അദാഹി ഓപ്റ്റഡ് ഓർ നോട്ട് എന്നുള്ളത് പിന്നെ ചോദിക്കുന്നത്. അതിൽ യെസ് കൊടുത്ത ആളുകളാണ് ഈ പറഞ്ഞ സംഖ്യ അടക്കേണ്ടത്. ഇല്ലെങ്കിൽ അവിടെ ചെന്നാലും അതിനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ ഹജ്ജിന്റെ പരിപൂർണതക്ക് അത് ആവശ്യമായതുകൊണ്ട് എല്ലാവരും ചെയ്യും. അതെ അതെ അതെ, അത് ആണായാലും പെണ്ണായാലും സെയിം. അതെ അതെ അതെ, സെയിം ആണ്. അപ്പോൾ ഏകദേശം ഒരു 350 360 ഇടയിലായിരിക്കും ഒരു പക്ഷേ ഈ വർഷം ഹജ്ജ് കമ്മിറ്റിക്ക് അടക്കേണ്ടത്. പിന്നെ ഈ പ്ലസ് ഈ അറവിന്റെ, പിന്നെ അതുപോലെ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള ചെലവിന് ഇപ്പോൾ നേരത്തെ പിന്നെ കഴിഞ്ഞ അതായത് 2022 വരെ ഹജ്ജ് കമ്മിറ്റി ഒരു 2100 റിയാൽ വെച്ചിട്ട് ഓരോ ഹാജിക്കും കൊടുത്തിരുന്നു. പക്ഷേ ആ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് പൈസ, ഇന്ത്യൻ പൈസ അടച്ചിട്ട് അത് റിയാലാക്കി കൊടുക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾക്ക് റിയാൽ, ആവശ്യത്തിനുള്ള റിയാൽ അങ്ങോട്ട് കൊണ്ടുപോകണം. അത്രയും റിയാൽ കൊണ്ടുപോകണം. അപ്പോൾ 2100 ഇല്ലെങ്കിലും ഒരു ചുരുങ്ങിയത് 1500 റിയാൽ എന്നെങ്കിലും ഒരാൾ കൈവശം വെക്കണം. നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു ഹാജിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് അവിടെ റൂമിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? കുക്കിങ്ങിന് സൗകര്യമുണ്ടോ? അതുപോലെ ബാത്റൂം, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ 4 സ്ക്വയർ മീറ്റർ ആണ് ഒരാൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലം. അതെ, പിന്നെ ബെഡ് സ്പേസ് അല്ലേ? ബെഡ് സ്പേസ്. അതിൽ നമ്മൾക്കൊരു പിന്നെ കട്ടിലുണ്ടാവും, പിന്നെ ഒരു ബെഡ് ഉണ്ടാകും, ഒരു തലയണ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ഒരു കമ്പിളി പുതപ്പ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന സൗകര്യങ്ങളാണ്. പിന്നെ ഉള്ളത് 12 പേർക്ക് ഒരു ടോയ്ലറ്റ്, 12 പേർക്ക് ഒരു ടോയ്ലറ്റ്, 30 പേർക്ക് ഒരു അടുക്കള. ഈ അടുക്കളയിൽ ഒരു സ്റ്റൗ ഉണ്ടാവും. ആ സ്റ്റൗവിൽ പിന്നെ അതിൻ്റെ ഗ്യാസ് ഒരു കുറ്റി നിറച്ചിട്ടുണ്ടാകും. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിറക്കണം. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അവിടെയുള്ള പിന്നെ ഈ ഇവിടെയുള്ള ലോഡ്ജ് നോക്കുന്ന ആളുകൾ ഉണ്ടാവും, അവരെ ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ വേറെ ആളുകളൊക്കെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടാകും. ഒരു ഫ്ലോറിൽ ഒരു ഫ്രിഡ്ജ്. അത് ഈ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ കോമൺ ആയിട്ട് ഹജ്ജ് കമ്മിറ്റി അനുവദിക്കുന്ന സൗകര്യങ്ങളാണ്, മിനിമം സൗകര്യങ്ങൾ. അതേസമയം ചില ബിൽഡിംഗ് ഓണേഴ്സ് അവരെ പിന്നെ റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതായിരിക്കും, ചിലപ്പോൾ അറ്റാച്ച്ഡ് അടുക്കള ഉള്ളതായിരിക്കും. അതൊക്കെ അവർ ചില പിന്നെ ബിൽഡിംഗ് ഓണേഴ്സ് ഗ്യാസ് പിന്നെ കഴിയുന്നതിനനുസരിച്ച് അവർ തന്നെ മാറ്റി കൊടുക്കും. പക്ഷെ അത് ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊരാൾ പരാതിപ്പെടാൻ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യമില്ല, ഉണ്ടാവും ഓരോ ബിൽഡിങ്ങിനും ഒക്കെ അതൊക്കെ അവർ ചെയ്യും. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പരാതിപ്പെടാം. ഹജ്ജ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം റൂമിൽ എത്തിച്ചു തരിക അല്ലെ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സംവിധാനം പിന്നെ ഇപ്പൊ ഇല്ല. അങ്ങനെ ഒരു നേരത്തെ പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് പല ആളുകളും പല രീതിയിലുള്ള ഭക്ഷണമാണല്ലോ കഴിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തതാണ്. നേരത്തെ കുറച്ച് മുമ്പൊക്കെ അത് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യണം, നമ്മൾക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ. അതെ, അനുവദിച്ചിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ആജിക്ക് ഇപ്പോൾ ലഗേജ് ആയിട്ട് എത്ര കൊണ്ടുപോകാം? ലഗേജ് ആയിട്ട് 40 കിലോ ആണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ 40 കിലോ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് 2 ബാഗുകളിൽ തുല്യമാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. 20 വീതമുള്ള 2 ബാഗ്. ഒന്നിൽ ഇപ്പൊ നമ്മള് ഒന്നിൽ 30ഉം ഒന്നിൽ 10ഉം ആയിട്ട് പറ്റൂല. രണ്ടും 20. അതെ, അതിനുള്ള സൗകര്യം. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് ഹാൻഡ് ബാഗേജ് ആയിട്ട് പരമാവധി 7 കിലോ. അങ്ങനെ മൊത്തം 47 കിലോ ആണ് അനുവദിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്തു. അതെ, ഇനി ആ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ തരുന്നുണ്ടോ? നിങ്ങൾ ആദ്യം ഇനി കാണുന്നത് ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടാണ്. അവിടെ എത്തിയിട്ട് നിങ്ങളെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് തരും. ആ കൂട്ടത്തിൽ പാസ്പോർട്ട് ഉണ്ടാവും, നമ്മളെ കയ്യിൽ തരും. കവർ ഹെഡിന്റെ കയ്യിൽ തരും. അത് നമ്മൾ പിന്നെ വിമാനത്താവളത്തിൽ പോയിട്ട് എമിഗ്രേഷനും കാര്യങ്ങളും ചെയ്ത് അവിടെ എത്തിയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നിങ്ങളെ മക്കയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ബസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നതിന് മുമ്പോ പിന്നെ മുത്തവഫിൻ്റെ ആളുകൾ നിങ്ങളെ അടുത്തുനിന്നത് വാങ്ങും. നിങ്ങൾ അവിടെ പിന്നെ കാര്യങ്ങൾ നോക്കാനുള്ള ഏജന്റാണ് മുത്തവഫ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ചെയ്യുന്ന മാതിരി. അതെ 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 അതെ.
നമ്മൾ തിരിച്ച് പിന്നെ മദീനയിൽ നിന്നാണല്ലോ വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് മാത്രമേ പിന്നെ നമ്മൾക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ചിലപ്പം ഇവർ ബസ്സിൽ നിന്നൊന്ന് തരും, അത് തിരിച്ച് വാങ്ങുകയും ചെയ്യും. ഹജ്ജ് കമ്മിറ്റിയിലെ പിന്നെ KLF നമ്പർ കിട്ടിയ ഒരാൾക്ക് ഇപ്പോൾ ഒന്നാമത് കിട്ടിയ ഒരാളും രണ്ടാമത് കിട്ടിയ ഒരാളും മൂന്നാമത് കിട്ടിയ ആളും ഒക്കെ സീരിയലായിട്ട് തന്നെ തുടർച്ചയായിട്ട് ഒരു ഫ്ലൈറ്റിലായിരിക്കുമോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഹജ്ജ് കമ്മിറ്റി അവർ പല രീതിയിലും ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ജില്ലാടിസ്ഥാനത്തിലായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരാൾ പിന്നെ ആദ്യത്തിൽ കവർ നമ്പർ കിട്ടിയ ആൾ ആദ്യ ഫ്ലൈറ്റിൽ പോകുക അങ്ങനെയൊന്നുമില്ല. അതൊരു റാൻഡം ആയിട്ടുള്ള ഇതാണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ടാണല്ലോ മദീനത്ത് ചെയ്യുന്നത്. അവിടെ ഭക്ഷണക്രമം എന്തെങ്കിലും ഇവർ പിന്നെ മുത്തവഫ് ചെയ്യുന്നുണ്ടോ നമുക്ക് വേണ്ടിയിട്ട്? ഇല്ലല്ല, മുത്തവഫ് അല്ലെങ്കിലും എവിടെയും ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നില്ല. ചിലപ്പോൾ മിനായിലും പിന്നെ അറഫയിലും ഒക്കെ ചിലപ്പം ചില മുത്തവഫുമാർ ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് നിർബന്ധമായിട്ടും അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ മദീനയിലാണെങ്കിൽ നമ്മൾ മർക്കസിയ ഏരിയയിലാണ് നമ്മളുടെ താമസമെങ്കിൽ, സാധാരണ ഈ മർക്കസിയ ഏരിയ എന്ന് പറയുന്നത് മദീന പള്ളിയുടെ ഔട്ടർ പെരിഫറിയിൽ നിന്ന് ഒരു 500 മീറ്റർ ചുറ്റളവിലുള്ള ബിൽഡിംഗ് ആണ്. അതിലാണ് സാധാരണയായിട്ട് പിന്നെ താമസം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾക്ക് കുക്കിങ്ങിനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മുഴുവനായിട്ടും ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരും മദീനയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ മലയാളികളായിട്ടുള്ള ആളുകളുടെ ഹോട്ടലുകളുണ്ട് അവിടെ. പിന്നെ മക്കയിലാണെങ്കിലും മദീനയിലൊക്കെ ആണെങ്കിലും ചില ആളുകളൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ അവിടെ പിന്നെ ധർമ്മം ചെയ്യുന്ന രീതിയിൽ സംഘടനകൾ, അവിടെയുള്ള ആളുകൾ അവരൊക്കെ ഭക്ഷണം ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും നമ്മൾ പോകരുത്. കിട്ടിയാലും നമ്മൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് പിന്നെ മിനായിൽ ഇപ്പോൾ നമ്മളെ മലയാളി സംഘടനകൾ ഇഷ്ടംപോലെ കഞ്ഞി അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. KMCCന്റെ ആളുകളൊക്കെ KMCC അതുപോലെയുള്ള സംഘടനകൾ, കുറേ സംഘടനകളുണ്ട്. അവരൊക്കെ വളരെ സജീവമായിട്ട് ഹാജിമാരെ സേവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫ്രീ ആയിട്ടാണ് അവരൊരു സന്നദ്ധ പിന്നെ സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. വളരെ വലിയ പ്രശംസനീയമായിട്ടുള്ള സേവനങ്ങളാണ് ഈ സംഘടനകളൊക്കെ തന്നെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ മുത്തവഫിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ മെയിനായിട്ട് എന്തൊക്കെയാണ്? മുത്തവഫ് നമ്മളിപ്പോൾ ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ നേരെ പിന്നെ മക്കയിലേക്ക് താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആദ്യം താമസ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മുത്തവഫിന്റെ ഓഫീസിലൊന്ന് നിർത്തും. ശരിക്ക് മുത്തവഫിന്റെ ആളുകളാണ് ആദ്യത്തിൽ ഉംറ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക. പിന്നെ നമ്മൾക്കുള്ളത് പിന്നെ മിനായിലേക്ക് കൊണ്ടുപോകും, ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകും. മിനായിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോകും, അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ നിന്ന് തിരിച്ച് മിനായിലേക്ക്. അതുപോലെ തന്നെ പിന്നെ മക്കയിൽ നിന്ന് നമ്മൾ മദീനയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മുത്തവഫിന്റെ ചുമതല. നമ്മളോട് കയറുന്നത് വരെയുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുന്നത്. അതിനുള്ള വണ്ടിക്കായിട്ട് നമ്മൾ വേറെ പേ ചെയ്യുന്നു? ഒന്നും വേണ്ട. അതുപോലെ സംസം വെള്ളം ഇപ്പോൾ സംസം ഒരാൾക്ക് 5 ലിറ്റർ അവിടുന്ന് കിട്ടും. അവിടുന്നല്ല, അത് നമ്മൾക്ക് ഈ പിന്നെ ഇറങ്ങുന്ന എയർപോർട്ടിൽ തിരിച്ച് ഇറങ്ങുമ്പോൾ ആ എയർപോർട്ടിൽ നിന്നാണ് തരുന്നത്. അത് ഇവിടുന്ന് നോക്കിയാൽ മതി? ഇല്ല. അപ്പോൾ ഇത്രയും നേരം ഒരുപാട് ഉപകാരപ്രദമായി എല്ലാവരെയും സംശയം തീർക്കുന്ന ഉത്തരങ്ങളാണ് മനാഫ് സാർ തന്നത്. മനാഫ് സാർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹജ്ജിൻ്റെ ഈ സേവന മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവമുള്ള ആളാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി സ്വന്തമായി വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ നേരത്തെ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൻ്റെ കാര്യങ്ങളും അതുപോലെയുള്ള ഉൾപ്പെടുത്തി ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചാനലിൻ്റെ പേര്? മനാഫ് ബ്ലിസ്. അപ്പോൾ അതിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. അതേസമയം നമ്മൾ ഉംറൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ നമ്മൾ പിന്നെ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഹജ്ജും ഉംറയും എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ വിവരിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ പുതിയതായിട്ട് പിന്നെ നമുക്കറിയാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. വളരെ ഉപകാരമായി. ഓക്കെ, താങ്ക് യു. ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് വേണ്ടി കുറേ സാങ്കേതിക സംശയങ്ങളാണ് മനാഫ് സാറുമായിട്ട് നമ്മളിപ്പം ഇതുവരെ പങ്കുവച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദം ആവും എന്ന് കരുതുന്നു. വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.